Ladies and gentlemen, the track is set, the crowd is ready, and the excitement is in the air. Put your hands together to welcome our little young champion, Kite. You are unstoppable, unbreakable, and nothing can stop you today. മാമലദേശത്തെ മന്ദാരമേ മനമടി വിളിക്കുന്നു പെണ്ണെ നിന്നെ മഴവിൽ അഴകാണേ മാരിവിൽ നിറമാണേ മഴ നനയും പെണ്ണാണേ മഞ്ഞണിയും പെണ്ണാണേ മനസ്സറിയും പെണ്ണാണേ കിരണമേ നിന്നിൽ പൊരിഞ്ഞൊരു പാട്ടാണേ ചിറകു വിച്ച് പറന്നു നീ പോകും വെയിൽ വഴിയിലൂടെ പൂക്കൾ വിരിയും പുതിയൊരു രാവിന്റെ പുത്തൻ കഥ പോൽ പാട്ടിനകത്ത് നീ പൂവാണേ പുലരിപ്പോലെ നിന്റെ ചിരി പുഴയോരത്തെ തേൻ പോലാണേ കാറ്റടിച്ചാലും നീ പോരും കരുത്തിൽ നിറഞ്ഞൊരു മിന്നൽ പോലെ സൂര്യകിരണമേ നിന്നിൽ പൊരിഞ്ഞൊരു പാട്ടാണേ ഗുഡ് മോർണിംഗ് ടു ഓൾ, സിറ്റ് ഡൗൺ. എല്ലാവരുടെയും പരീക്ഷാ പേപ്പർ നോക്കിയിട്ടുണ്ട് കേട്ടോ. എയ്ന 29 ഔട്ട് ഓഫ് 30, ആൽബിയ 26 ഔട്ട് ഓഫ് 30, ദിയ 25 ഔട്ട് ഓഫ് 30, കൈറ്റ് 17 ഔട്ട് ഓഫ് 30. എല്ലാ തവണയും ഒരുപോലെ തന്നെ. ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, കുറച്ചുകൂടി ഉത്സാഹിക്കണം കേട്ടോ മോളെ. എന്തിനാ ഇവിടെ ചിരിക്കുന്നത്? ഞാൻ നിങ്ങൾ തമാശ പറഞ്ഞോ? ആർക്കാ ഇത്ര ചിരി? കല്ലെറിയുകയാണോ? ഞായറാഴ്ച മാത്രമല്ല, ഇട ദിവസങ്ങളിലും ഇവിടെ കുർബാനയുണ്ട് കേട്ടോ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ സാറ്. എനിക്ക് വലിയ ഇഷ്ടമാണ് പോയ കൊച്ചു. അവള് ഒരു പ്രത്യേക സ്വഭാവവും രീതിയൊക്കെ ഉള്ള കൊച്ചാ. അപ്പനില്ലാത്ത കൊച്ചാണേ. അവളുടെ അപ്പൻ അങ്ങ് മലബാറിലായിരുന്നു. അവിടുത്തെ തോട്ടത്തിലെ ജോലിക്കാരനായിരുന്നു. അവിടെ വെച്ച് ഉരുള് പൊട്ടിയപ്പോൾ അപകടത്തിൽ മരിച്ചു പോയതാ. അന്ന് സ്ട്രോക്ക് വന്നതാണ് ആ കുഞ്ഞിന്റെ അമ്മയ്ക്ക്. വേറെ പറയത്തക്ക ബന്ധുക്കളോ സ്വന്തക്കാരോ ആരും ഒന്നുമില്ല. ആ കൊച്ചാണ് ആ കുടുംബം നോക്കുന്നത്. ടൗണിൽ അവർക്ക് ചെറിയ കടമുറിയൊക്കെ ഉണ്ട്. അതിന്റെ തുച്ഛമായ വരുമാനം കൊണ്ട് വളരെയധികം ഞെരുങ്ങി ഒതുങ്ങിയാണ് കുടുംബം കഴിഞ്ഞു കൂടുന്നത്. പള്ളിയിൽ നിന്നും പറ്റുന്നത് പോലെയൊക്കെ ചൊവ്വ ചെയ്യുന്നുണ്ട്. സത്യം ഇതാണ് സാറേ, ആ വീടിനെ പിടിച്ചു നിർത്തുന്നത് ആ സംസാരശേഷി ഇല്ലാത്ത പാവം പെങ്കൊച്ചാണ്. നമുക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ചെയ്യണം അച്ഛാ. അടുത്ത ദിവസങ്ങളിൽ സ്പോർട്സ് മത്സരങ്ങൾ വരികയില്ലേ? നമുക്ക് അവിടെ നിന്ന് തന്നെ അങ്ങ് തുടങ്ങാം. ഈശോ 5 അപ്പം കൊണ്ട് 5000 പേരെ തൃപ്തരാക്കിയെന്നാണല്ലോ നമ്മൾ വായിക്കുന്നത്. നമുക്ക് ഇത്രയും കുറച്ച് പിള്ളേരെ കൊണ്ട് 5000 പേരുടെ ഇഫക്റ്റ് നമുക്കുണ്ടാക്കണം. ഗുഡ് മോർണിംഗ് ടു ഓൾ. ഗുഡ് മോർണിംഗ്.
നമ്മുടെ സ്കൂൾ തല സ്പോർട്സ് മത്സരങ്ങൾ അടുത്ത ദിവസം ആരംഭിക്കുകയാണ്. ഈ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഒന്ന് കൈ ഉയർത്താമോ? നമ്മുടെ സ്കൂൾ തല മത്സരങ്ങളിൽ വിജയികളാകുന്നവർക്ക് ആ ജില്ലാതല മത്സരങ്ങളിലേക്ക് അവസരം ലഭിക്കും മത്സരിക്കാൻ. അങ്ങനെ കണ്ടെത്തുന്നവർക്ക് വർഷം 5000 രൂപ നിങ്ങൾക്ക് സ്കോളർഷിപ്പും ലഭിക്കും. സമ്മാനം വാങ്ങിക്കുന്ന എല്ലാവർക്കും ആകർഷകമായ നല്ലൊരു കാഴ്ചപ്പാട് ഞാൻ തരുന്നതാണ്. കുട്ടികളുടെ ശ്രദ്ധയ്ക്ക് ഷൂസ്, സ്പൈക്സ് നിർബന്ധമാണ്. ചെരുപ്പിട്ട് ഓടാൻ പാടില്ല. എല്ലാവരും കൈയടിച്ച് നന്നായിട്ട് പ്രോത്സാഹനം കൊടുത്തേ. Get set. Thunder rolls with the beat of my chest. Gender speaks louder, voice from the west. Every striker shout, every boomer breath. Those are calling, they rhythms a warrior ready to fight. Very good. Daily 1 hour practice. Start from tomorrow. Every striker shout, every boomer breath. Those are calling, they shatter the night. Rhythms a warrior ready to നിൻ കണ്ണിലെ നക്ഷത്രങ്ങൾ എന്നെന്നും എനിക്ക് പ്രകാശം. നിൻ വാത്സല്യത്തിൻ അലകളിൽ ഞാൻ പൂന്തേനായി പാടിടാം. മക്കളെ, കൈറ്റ് നിങ്ങളെപ്പോലെയല്ല. അവൾക്ക് സംസാരശേഷിയില്ല, അപ്പനില്ല, അമ്മ തളർന്നു കിടക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചു തരാനും നിങ്ങളെ ലാളിക്കാനും കൊഞ്ചിക്കാനുമൊക്കെ ആളുകളുണ്ടല്ലോ. അവൾക്കങ്ങനെ ആരുമില്ല. അവളുടെ വീടും ആ രോഗിയായി കിടക്കുന്ന അമ്മയും എല്ലാം നോക്കുന്നത് അവളാണ്. അങ്ങനെയുള്ള അവൾക്ക് നമ്മളൊരു സപ്പോർട്ട് കൊടുക്കണ്ടേ?
നമ്മൾ അവളെ സ്നേഹിക്കണ്ടേ? നിങ്ങൾ എനിക്കൊരു വാക്ക് തരണം, അവളെ കൂടെ ചേർത്ത് നിർത്താമെന്ന്, അവളെ ഒറ്റപ്പെടുത്തുകയല്ലെന്ന്. ഓക്കെ? ഈശോപ്പച്ച, ഞങ്ങളുടെ കൈറ്റ് ഇച്ചിരി വിഷമത്തിലാണ്. ഞങ്ങൾ അവിടെ ചെറുതായിട്ട് വഴക്കൂടിയായിരുന്നു. ഞങ്ങളുടെ കയ്യിലാ തെറ്റ്. സോറി സോറി. ഞങ്ങളുടെ കഴിച്ചിട്ട് പടക്കം ഒന്ന് മാറ്റി തരൂ ഈശോപ്പച്ച. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു. സ്നേഹം അസൂയപ്പെടുന്നില്ല. ഇന്നു മുതൽ നീ ഞങ്ങളിൽ ഒരാളാ. നിനക്ക് ഞങ്ങളുടെ കുഞ്ഞനുജത്തിയാകാമോ? ഞങ്ങൾക്ക് എൻ്റെ ചേച്ചിമാരും ചേട്ടന്മാരും ആവണം. നീ പറയുന്നതെല്ലാം തരുന്ന ചേച്ചിമാരും ചേട്ടന്മാരും. നിൻചിരിയിൽ ലോകം ഞാൻ കണ്ടു, നിൻ കണ്ണുകളിൽ എൻ സ്വപ്നങ്ങൾ നെയ്തു. കാലം മാഞ്ഞാലും മറയിൽ ഒരിക്കലും നിന്നോടുള്ള സ്നേഹം എൻ സഖിയേ. ഈ വഴിത്താരയിൽ തനിച്ചായിരുന്നെന്റെ യാത്രയിൽ നീ എന്റെ കൈകളിൽ ചേർന്നൊരു തൂവലായി. മഴയായി നീ പെയ്തിറങ്ങുമ്പോ എന്റെ മനസ്സിന്റെ താളമായി നിന്നോടുള്ള സ്നേഹം എൻ സഖിയേ. മഴയായി നീ പെയ്തിറങ്ങുമ്പോൾ എന്റെ മനസ്സിന്റെ താളമായി നിന്നോടുള്ള സ്നേഹം എൻ സഖിയേ. താമസിച്ചുകൊണ്ടൊന്നും അല്ലടാ, കൊച്ചിന് പ്രാക്ടീസ് ഉണ്ടെന്ന് അമ്മയ്ക്കറിയത്തില്ലേ? അതൊന്നുമില്ല, അതൊക്കെ പോട്ടെ. പ്രാക്ടീസൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? മോള് മടുത്തോ? അമ്മ പറയുന്നത് കേട്ട് മോള് വിഷമിക്കരുത്. ഇന്ന് ബാങ്കിൽ നിന്ന് ആളുകൾ വന്നിരുന്നു. 5 ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ജപ്തിയാണ്. മോളെ എടാ കൊച്ചെ, ഇത്രയും നാൾ നമ്മൾ ജീവിച്ചില്ലേ? ആരുമില്ലാത്തവർക്ക് ഈശ്വരൻ തുണയുണ്ട്. ഇനി ഇതിൻ്റെ പേരിൽ എൻ്റെ കൊച്ചു മത്സരമൊന്നും വേണ്ടെന്ന് വെക്കരുത്. മോളെന്തിനാ സങ്കടപ്പെട്ടിരിക്കുന്നത്? അച്ഛനൊരു കഥ പറയട്ടെ. മോളങ്ങ് മലയോര പ്രദേശത്ത് പോയിട്ടുണ്ടോ? അവിടെയാണ് എൻ്റെ വീട്. എൻ്റെ അപ്പൻ കൊച്ചേട്ടൻ കുറേ അധികം ഏക്കർ സ്ഥലം അവിടെ സമ്പാദിച്ചു. പാരമ്പര്യമായിട്ട് കിട്ടിയതൊന്നും അല്ല. എൻ്റെ അപ്പനും സഹോദരങ്ങളും പകലന്തിയോളം കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഉണ്ടാക്കിയതാണ്. അവിടെ അവർ കൃഷിക്കാരായിരുന്നു. എല്ലാത്തരം കൃഷിയുണ്ട്. കുരുമുളക്, ഏലം, കാപ്പി, കപ്പ, കാച്ചില്, ചേന എന്നിവയെല്ലാം ആ അപ്പൻ മണ്ണ് പൊന്നാക്കി ഉണ്ടാക്കിയെടുത്തതാണ് ഞങ്ങളിന്ന് അനുഭവിക്കുന്നതല്ല. ഞാൻ അച്ചമ്പട്ടം സ്വീകരിച്ചപ്പോൾ അപ്പം ഞങ്ങളൊരു കാര്യം പറഞ്ഞത്, അർഹതപ്പെട്ടതല്ലാത്ത ഒന്നും കൈവശം വെച്ചേക്കരുത്. അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ് വേണ്ടത്. ഞാൻ ഇന്നും അതാണ് പിന്തുടരാൻ ശ്രമിക്കുന്നത്. ഞാൻ ഈ പ്രായത്തിലും ഈ കൃഷിയെല്ലാം ചെയ്യുന്നതിൻ്റെ പ്രചോദനം അപ്പൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്. മോൾക്ക് മനസ്സിലായോ എന്നറിയില്ല. നമ്മുടെ അപ്പൻ അപ്പൂപ്പന്മാർ
നമുക്ക് വേണ്ടി എന്ത് ചെയ്തു തന്നു എന്നല്ല, നമുക്കെന്ത് നേടാനായി എന്നതാണ് പ്രധാനം. നമ്മൾ നമ്മുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുക, ബാക്കിയെല്ലാം ദൈവം തരും. ഇത് എൻ്റെ ഒരു സ്നേഹ സമ്മാനമാണ്. ഇതുകൊണ്ട് പോയി മത്സരിച്ച് സമ്മാനം വാങ്ങിച്ച് മിട്ടുമിടുക്കിയായി വരണം കേട്ടോ. അച്ഛൻ പ്രാർത്ഥിച്ചേക്കാം. പോയി ജയിച്ചിട്ട് വാ കേട്ടോ. ഇതേതാടാ യുദ്ധഭൂമിൽ ഇതുവരെ കാണാത്തൊരു പോരാളി? വാ ഒന്ന് പരിചയപ്പെട്ടേക്കാം. മോള് ഏതെഴുത്തിലാ? ഇവിടെ ആദ്യമായിട്ടാണോ? നീ അല്ല ഡബ്മാഷ് കളിക്കൂ. അവക്ക് ജന്മനാ സംസാരശേഷി ഇല്ലാത്തതാ. നിന്നെ കാരടി സ്റ്റഡി ചെയ്ത് കയറ്റിയേ. നിങ്ങൾ ഫൈനലിലേക്ക് സെലക്ട് ആയിട്ടുണ്ടേ. നീ അങ്ങ് ദൂരെയുള്ള ആ ഫിനിഷിംഗ് ലൈൻ കണ്ടോ? എല്ലാവരുടെയും കണ്ണുകളിൽ അത് വെറും വര മാത്രമാണ്. പക്ഷേ ആ വര നിന്റെ ജീവിതത്തിന് ഉയരത്തിലെത്തിക്കാൻ കഴിയുന്ന മാന്ത്രിക വരയാണ്. കൈറ്റ്, അവസരങ്ങൾ എപ്പോഴും നമ്മെ തേടി വരില്ല. കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. നിന്റെ ജീവിതത്തിൻ്റെ വിജയവും പരാജയവും നിന്റെ കയ്യിൽ തന്നെയാണ് കൈറ്റ്. സമയം ഇനിയും വൈകിട്ടില്ല. നിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിച്ച് ട്രാക്കിലിറങ്ങുക. മണ്ണിലെ അലകൾ ഉയരും വേഗങ്ങൾ അമ്മതന്നോവിൽ പാടും സ്നേഹം ഈ ലോകം കീഴടക്കും ഞാൻ നിനക്കായി മുന്നിലുയരും മലകൾ തോൽക്കില്ലൊരിക്കലും ഞാൻ നിന്നന്മതൻ ദീപം കാട്ടിടും പാതകൾ കിടാവിളക്കായി നിൻ
സ്നേഹത്തിൻ നിഴലിൽ തുടരുന്നു യാത്രകൾ കാലം സാക്ഷി. മറ്റാരോ കാണാത്തൊരു ലോകം നിൻ കണ്ണീരിലുണ്ട് മോക്ഷം. ഈ അമ്മയെ നോക്കണം, ഈ അമ്മയെ നോക്കണം എന്നും എൻ ജീവനോട്. നീ ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കൺഗ്രാജുലേഷൻസ് കേട്ടോ, മിട്ടുമിട്ടുക്കി. ഇതുകൊണ്ട് കൊച്ചിൻ്റെ വീട്ടിലെ കടബാധ്യതകളൊക്കെ തീർക്കാം. നമ്മുടെ സ്കൂളിലെ പേരൻസ് നിനക്ക് വേണ്ടി പിരിച്ചു തന്നതാണ് കേട്ടോ. നിനക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമാണ് ഇവർ കേട്ടോ. കുട്ടികളെ പഠിപ്പിക്കാനാണ് നാം ശ്രമിക്കുന്നത്, പക്ഷെ പലപ്പോഴും നമ്മളെയാണ് അവർ പഠിപ്പിക്കുന്നത്. ഓരോ ചിരിയിലും ഓരോ കഥയുണ്ട്, ഓരോ കണ്ണീരിലും ഓരോ പാഠമുണ്ട്. സത്യം ഇതാണ്, ഓരോ കുട്ടിയും ഓരോ പുസ്തകമാണ്, ഓരോ കുട്ടിയും ഓരോ പാഠങ്ങളാണ്, ഓരോ കുട്ടിയും പുത്തൻ പ്രതീക്ഷകളാണ്. Welcome to the National Sports Athletic Meet 2027. My chest, gender speaks louder voice from the west. Every striker shout, every boomer breath. Those are calling, they shatter the night. Rhythms a warrior ready to fight. From fire in the distance rising high. Trembles, cracks at the seam. Can you feel the storm in your veins? Gender and all breaking the chains. Every sound a story, every crash remains. Drum fire, drum fire, drum fire. Rising high, echoes chase the stars across the sky.